സോ ഇതാണ് ബോട്ടിൻ്റെ ബോട്ട് വേവ് എഡ്ജ്. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഈ ഒരു സ്മാർട്ട് വാച്ച് അൺബോക്സ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ടായിരുന്നു. അതിനുള്ള കാരണം മെയിൻലി ഈ സംഭവമായിരിക്കും. ഈ ഒരു സ്മാർട്ട് വാച്ചിൽ ഫങ്ഷണൽ ക്രൗൺ വരുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബട്ടൺ ഇങ്ങനെ തിരിക്കുമ്പോൾ അതനുസരിച്ച് കണ്ടില്ലേ എല്ലാം മാറി മാറി വരും. ഓക്കെ, സോ നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. നോർമലി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാത്തൊരു ഫീച്ചറാണ് കംപ്ലീറ്റ്ലി ഫങ്ഷണൽ ക്രൗൺ. പ്രൈസ് റേഞ്ചിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ഞാൻ ഈ ഒരു വാച്ച് വരുത്തിയപ്പോൾ എൻ്റെ പ്രൈസ് 1999 രൂപയായിരുന്നു. ഇപ്പോൾ അത് കൂടി. ഓക്കെ, റീസെൻ്റ്ലി അത് കൂടി 2999 രൂപയായി പ്രൈസ്. നോർമലി അങ്ങനെയാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നോർമലി ഈ ബഡ്ജറ്റ് സ്മാർട്ട് വാച്ച് ഒക്കെ അങ്ങനെ ആയിരിക്കും. ലോഞ്ച് ആകുമ്പോൾ പ്രൈസ് വേറെ ആയിരിക്കും, പിന്നീട് പ്രൈസ് കൂടും, പക്ഷേ ആ പ്രൈസ് വീണ്ടും കുറയും. ഓക്കെ, ഇപ്പോൾ വരാൻ പോകുന്ന സെയിൽ ഉണ്ടല്ലോ, റിപ്പബ്ലിക് ഡേ സെയിലും അങ്ങനത്തെ സെയിലൊക്കെ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ആ സെയിൽ എന്തായാലും വീണ്ടും ഈ ഒരു വാച്ച് പഴയ പ്രൈസിൽ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വാച്ചാണ്, കുറേ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. സോ ഈ ക്രൗൺ മാത്രമല്ല, നമ്മുടെ മെറ്റൽ ഫ്രെയിം ഉണ്ട്, ബ്ലൂടൂത്ത് കോളിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാം നോക്കാം, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഇതാണ് ബോക്സ്. ബോക്സിൽ ഒബ്വിയസ്ലി സ്മാർട്ട് വാച്ച് വരുന്നുണ്ട്, ചാർജിങ് കേബിൾ, ഡോക്യുമെന്റ്സ് ആൻഡ് 1 ഇയർ വാറന്റി കാർഡ്. ഒരുപാട് പേര് സ്മാർട്ട് വാച്ചിന്റെ ബ്ലൂടൂത്ത് കോളിംഗ് ഫീച്ചർ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി മാത്രം വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാറുണ്ട്. സോ ഞാനത് ഫസ്റ്റ് തന്നെ കവർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിന്റെ ബ്ലൂടൂത്ത് കോളിംഗ് ഫീച്ചർ നോക്കാം. ഇതാണ് ഫോൺ കോൾ ആപ്ലിക്കേഷൻ. ഇവിടെ റീസെന്റ് കോൾസ് ഉണ്ട്. റീസെന്റ് കോൾസ് എടുത്താൽ തീർച്ചയായിട്ടും റീസെന്റ് കോൾസ് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ഡയൽ പാഡ്. ഡയൽ പാഡ് നല്ല റെസ്പോൺസീവ് ആണ്. ഓക്കെ, നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നല്ലോണം അത് എഴുതിയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ഡയറക്ട്ലി നമ്പർ ഡയൽ ചെയ്തിട്ട് ഫോൺ കോളൊക്കെ ചെയ്യാൻ പറ്റും. ബാക്ക് പോയാൽ കോൺടാക്ട്സ് ഉണ്ട്. നമുക്ക് മാക്സിമം 20 കോൺടാക്ട്സ് വരെ സേവ് ചെയ്യാൻ പറ്റും ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ കൂടെ വരുന്ന ബോട്ട് വിയറബിൾസ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച്. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്യാം. വോയിസ് ഒക്കെ എങ്ങനെയുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ടോ? AC അല്ലെങ്കിൽ ഫാനിന്റെ നോയ്സ് എന്തെങ്കിലും കയറി വരുന്നുണ്ടോ? ഓക്കെ ഓക്കെ, നിന്റെ വോയിസും അത്യാവശ്യം ക്ലിയർ ആണ്, വലിയ പ്രോബ്ലം ഒന്നുമില്ല, കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ, ശരിയടാ, ഓക്കെടാ. ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ബ്ലൂടൂത്ത് കോളിംഗ് ഫീച്ചറും ഇതിന്റെ മൈക്കിന്റെയും സ്പീക്കറുടെ പെർഫോമൻസ് ഇനഫ് ആണ്. നെക്സ്റ്റ് നമുക്ക് ഈ സ്മാർട്ട് വാച്ചിന്റെ ഹൈലൈറ്റിംഗ് ഫീച്ചർ എന്ന് പറയപ്പെടുന്ന ഇതിന്റെ ക്രൗൺ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നേരെ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരുന്നാൽ മതി, വാച്ച് ഫേസസ് ഇങ്ങനെ മാറി മാറി വരും. അടിപൊളിയാണ്. ഓക്കെ, നല്ലോണം വർക്കാവുന്നുണ്ട്, നല്ല റെസ്പോൺസീവ് ആണ്. പിന്നെ വാച്ച് ഫേസസ് മാറ്റാൻ വേണ്ടി മാത്രമല്ല ഇതിന്റെ UI-ലും ഇത് വർക്കാവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മേളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ ഇതാണ് നമ്മുടെ ആപ്പ് ഡ്രോർ. ഇവിടെ തിരിക്കുമ്പോഴും കണ്ടില്ലേ വളരെ സ്മൂത്ത് ആയിട്ട് വർക്കാവുന്നുണ്ട്, നല്ല റെസ്പോൺസീവ് ആണ്. ഓക്കെ, സോ തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നല്ലൊരു ഫീച്ചർ തന്നെയാണ് ഇതിന്റെ ഫുള്ളി ഫങ്ഷണൽ ക്രൗൺ. പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ആ ഒരു ലോഞ്ച് പ്രൈസ് അല്ലെങ്കിൽ ഓഫർ പ്രൈസ് ആണ്. ഓക്കെ, ആ പ്രൈസ് റേഞ്ചിൽ ചെറിയൊരു പ്രീമിയം ഫീൽ എന്തായാലും തരുന്നുണ്ട് ഈ ഒരു ക്രൗൺ. ഇത് കൂടാതെ ഈ വാച്ചിൽ മെറ്റൽ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. 50 ഗ്രാം ആണ് വെയിറ്റ്. IP68 റേറ്റിംഗുമായാണ് വരുന്നത്. സോ ഈ ഒരു വാച്ച് വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സിലിക്കോൺ സ്ട്രാപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 3 ദിവസം അടുപ്പിച്ചാണ് ഉപയോഗിച്ചത്. ഓക്കെ, സോ രാത്രി കിടന്നുറങ്ങിയപ്പോഴും ഇത് ധരിച്ചുകൊണ്ടാണ് കിടന്നുറങ്ങിയത്. സോ എനിക്ക് അങ്ങനെ വലിയ ഇഷ്യൂ ആയിട്ടൊന്നും തോന്നിയില്ല. നല്ല കംഫർട്ടബിൾ സ്ട്രാപ്സ് ആണ് വരുന്നത്. ഇത്തരത്തിലുള്ള ഒരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, 4 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്: ബ്ലാക്ക്, ഗ്രീൻ, ബേജ് ആൻഡ് ബ്ലൂ. 1.85 ഇഞ്ചുള്ള HD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 90% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ്. അതായത് ഈ പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന വാച്ചുകളിൽ അത്യാവശ്യം നല്ല ബോട്ടം ബെസലൊക്കെ കാണും. പക്ഷേ ഇതിന് ചുറ്റുമുള്ള ബെസൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കനം കുറഞ്ഞ ബെസൽസ് ആണ് തീർച്ചയായിട്ടും. പിന്നെ വാക്കിംഗ്, റണ്ണിങ്, സ്കിപ്പിംഗ്, ബാഡ്മിന്റൺ ഉൾപ്പെടെ 100-ലധികം സ്പോർട്സ് മോഡും കൊടുത്തിട്ടുണ്ട്. ഹെൽത്ത് മോണിറ്ററിംഗ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹാർട്ട് റേറ്റ് മോണിറ്റർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ SpO2 അതായത് ബ്ലഡ് ഓക്സിജൻ മീറ്റർ വരുന്നുണ്ട്. സ്ലീപ്പ് ട്രാക്കിംഗ് ചെയ്യാൻ പറ്റും. ഡീപ്പ് സ്ലീപ്പ്, ലൈറ്റ് സ്ലീപ്പ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. 2 തരത്തിലുള്ള ബ്രീതിങ് എക്സസൈസ് വരുന്നുണ്ട്. പിന്നെ ഈ വാച്ചിൽ AI വോയിസ് അസിസ്റ്റന്റിന്റെ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ തൊടാതെ നമുക്ക് നമ്മുടെ ഫോണിന്റെ വോയിസ് അസിസ്റ്റന്റിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അത് ബിക്സ്ബി ആണെങ്കിൽ ബിക്സ്ബി, ഗൂഗിൾ അസിസ്റ്റന്റ് ആണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റ് നല്ലോണം വർക്കാവുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വാച്ചിലൂടെ സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. How many kilometers from Washington DC to Miami Beach? The best way to get from Washington to Miami Beach by car is via I-95 South. ഓക്കെ, ശരി. സോ ഇപ്പോൾ വന്ന മറുപടി നമ്മുടെ വാച്ചിലൂടെയാണ്, ഫോണിലൂടെ അല്ല. ഇതിൽ 210 mAh ബാറ്ററിയാണ് വരുന്നത്. ബോട്ട് പറയുന്നതനുസരിച്ച് 7 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്നാണ്. സോ നമുക്കൊരു ഏകദേശം 5 ദിവസം പിടിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ബ്ലൂടൂത്ത് കോളിംഗ് കംപ്ലീറ്റ്ലി എല്ലാം തവണ ഫുൾ ടൈം 24/7 ബ്ലൂടൂത്ത് കോളിംഗ് ഫീച്ചർ ഓൺ ചെയ്ത് വെച്ചാൽ 2 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടുള്ളൂ. പിന്നെ ഇതിലൊരു ഈക്കോ മോഡ് എന്നൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി ബാറ്ററി സേവിംഗ് മോഡാണ്. ഓക്കെ, സോ നിങ്ങളുടെ സ്മാർട്ട് വാച്ചിന്റെ ബാറ്ററി പെർസെൻറ്റേജ് 10%, 15% ഒക്കെ ആണെങ്കിൽ ഇത് ഓൺ ചെയ്താൽ കുറച്ചും കൂടി ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഈ വാച്ചിലുള്ള വിഡ്ജറ്റിന്റെ സെറ്റപ്പ് ഉണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് നമ്മൾ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇതൊക്കെ വിഡ്ജറ്റ് ആണ്. ആക്ടിവിറ്റി വിഡ്ജറ്റ്, ഫോൺ കോൾ, ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, SpO2, സ്ലീപ്പ്, മ്യൂസിക് പ്ലെയർ, നമ്മുടെ ആ ഒരു ബ്രീതിങ് സാധനം, റിലാക്സ്, നോട്ടിഫിക്കേഷൻ പാനൽ, ഗെയിംസ്. സോ ഇതിൽ ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഗെയിംസ് കളിക്കാൻ പറ്റും. സോ 2048 എന്ന ഗെയിം ഉണ്ട്, തണ്ടർ ബാറ്റിൽ ഷിപ്പ് ഉണ്ട്, പിന്നെ യങ് ബേർഡ്, അതായത് നമ്മുടെ
ഫ്ലാപ്പി ബേർഡ്. അതാണ് ബേസിക്കലി ആ യങ് ബേർഡ്. പിന്നെ ഇതാണ് നമ്മുടെ വോയിസ് അസിസ്റ്റൻറ്റ്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനിയും വിഡ്ജറ്റുകൾ ആഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ വെതർ വിഡ്ജറ്റ്, ക്യാമറ കൺട്രോൾ, അലാറം വരുന്നുണ്ട്, ടൈമർ, സ്റ്റോപ്പ് വാച്ച്, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ വിഡ്ജറ്റായിട്ട് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. 100-ലധികം വാച്ച് ഫേസസ് ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്വന്തം ഫോട്ടോസ് ഉള്ള വാച്ച് ഫേസസ് ഉണ്ടാക്കണമെങ്കിൽ അതിനു വേണ്ടി ക്രിയേറ്റ് വാച്ച് ഫേസ് എന്ന ഓപ്ഷനും ഇവിടെ വരുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഇൻ്റർഫേസ് ഒന്ന് നോക്കാം. യൂസർ ഇൻ്റർഫേസ് താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ക്വിക്ക് ടോഗിൾസ് ഉണ്ട്. ഇവിടെ എല്ലാം വരുന്നുണ്ട്. DND, ബ്രൈറ്റ്നസ്, ക്യാമറ കൺട്രോൾ, സെറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് ഒരു നമ്മുടെ സൈഡ് പാനൽ കയറി വരും. ഇവിടെ നമ്മൾ റീസെൻ്റ്ലി ഓപ്പൺ ചെയ്ത ആപ്ലിക്കേഷൻസ് ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. മേളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്പ് ഡ്രോവർ വരുന്നുണ്ട്. ഇവിടെ ആക്ടിവിറ്റി, ഫോൺ കോൾ, സ്ലീപ്പ്, ഹാർട്ട് റേറ്റ്, SpO2, സ്പോർട്സ് മോഡ്, വെതർ, മെസ്സേജസ്, വോയിസ് അസിസ്റ്റൻറ്റ്, ക്യാമറ കൺട്രോൾ, ടൈമർ, റിലാക്സ്, അലാം, മ്യൂസിക് പ്ലെയർ, സ്റ്റോപ്പ് വാച്ച്, ഫ്ലാഷ് ലൈറ്റ്, ഫൈൻഡ് മൈ ഫോൺ, ഗെയിംസ്. പിന്നെ ഇതാണ് നമ്മുടെ സെറ്റിംഗ്സിൽ ഡിസ്പ്ലേ സെറ്റിംഗ്സ്, റിംഗ് വൈബ്രേഷൻ നമുക്ക് മാറ്റാൻ പറ്റും, ഡു നോട്ട് ഡിസ്റ്റർബ്. ഇതാണ് ഞാൻ പറഞ്ഞ ഈക്കോ മോഡ് അല്ലെങ്കിൽ ബാറ്ററി സേവിംഗ് മോഡ്. പിന്നെ നമ്മുടെ ഫോൺ കോളിൻ്റെ ഫീച്ചർ ടേൺ ഓഫ് ആൻഡ് ടേൺ ഓൺ ഒക്കെ ചെയ്യാൻ പറ്റും. ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിരുന്നു ആ വിഡ്ജറ്റ്സ് ആണ്. ഞാൻ പല വീഡിയോസിലും ബോട്ട് വിയറബിൾസ് ആപ്ലിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. സോ ഞാൻ വീണ്ടും കംപ്ലീറ്റ്ലി അതിൻ്റെ ഒരു ടൂർ നിങ്ങൾക്ക് തരുന്നില്ല. നോർമലി ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന എല്ലാം വെടിയും പോകുക ഇവിടെ വരുന്നുണ്ട്. അതായത് ഇതാണ് ഇതിൻ്റെ സമ്മറി പേജ്. സോ നമ്മൾ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റി സ്റ്റെപ്സിൻ്റെ സമ്മറി ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കുറച്ചും കൂടി ഡീറ്റെയിൽ സ്റ്റെപ്പ് കൗണ്ട്, കാലറീസ്, ഹാർട്ട് റേറ്റ് ഒക്കെ നോക്കാം. ഇവിടെയാണ് നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ. സോ ആ ഒരു ലോഞ്ച് പ്രൈസിൽ ഇത് കിഡിലൻ ഓഫർ ആയിരുന്നു. ഓക്കെ, നല്ലൊരു പാക്കേജ് ആയിരുന്നു. അതായത് എല്ലാം വരുന്നുണ്ട്. മെറ്റൽ ബിൽഡ് കൊടുത്തിട്ടുണ്ട്, ബ്ലൂടൂത്ത് കോളിംഗ് ഫീച്ചർ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ആ ക്രൗൺ ഉണ്ട്. ഓക്കെ, അത്യാവശ്യം ഒക്കെ എല്ലാം ഫീച്ചേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഉള്ള പ്രൈസിൽ 3000 രൂപയുടെ പ്രൈസിൽ ഒരു ഡീസൻറ്റ് പാക്കേജിന് പറയാൻ പറ്റുള്ളൂ. കാരണം ആ പ്രൈസിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. പല ബ്രാൻഡുകളുടെ പല സ്മാർട്ട് വാച്ചുകളും വരുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള സ്മാർട്ട് വാച്ചുകൾ വരുന്നുണ്ട്. സോ എൻ്റെ റെക്കമെൻഡേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫീച്ചർ ഉണ്ടല്ലോ, സ്പെഷ്യലി ആ ഒരു ക്രൗണിൽ നിങ്ങൾക്ക് ഭയങ്കര താല്പര്യമുണ്ടെങ്കിൽ ഈ ഓഫർ സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഓഫർ സീസണിൽ ഈ ഒരു സ്മാർട്ട് വാച്ച് പഴയ വിലയിൽ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാവുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണ് ബോട്ട് വേവ് എഡ്ജ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.